എന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ എപ്പോഴും സോഷ്യൽ മീഡിയയിലാണോ, നിൻ്റെ എപ്പോഴും വീഡിയോസ് കാണാമല്ലോ, സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആണോ? എനിക്ക് തോന്നുന്നു അഡിക്റ്റഡ് ആണ് എന്നൊക്കെയാണ് കമൻറ്റ് രേഖപ്പെടുത്തിയത്. ആക്ച്വലി അല്ല കേട്ടോ, ഞാൻ കുറേ ഡ്രാഫ്റ്റ് ചെയ്ത വീഡിയോസ് കണ്ടിന്യൂസ് ഇടുന്നത് കൊണ്ട് തോന്നുന്നതാണ് ഞാൻ എപ്പോഴും സോഷ്യൽ മീഡിയയിലാണ്. അല്ല, എന്നെ ആക്ച്വലി അറിയാവുന്നവർക്കറിയാം, സോഷ്യൽ മീഡിയ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിനെക്കാട്ടും ഞാൻ അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്നത് വേറൊരു കാര്യത്തിലാണ്. എനിക്ക് ബുക്കുകൾ വായിക്കാൻ വളരെ ഇഷ്ടമാണ്. ഞാൻ ആക്ച്വലി ഏറ്റവും കൂടുതൽ സമയം കളയുമല്ല, ആക്ച്വലി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബുക്കുകൾ വായിക്കാൻ വേണ്ടിയിട്ടാണ്, അതും പ്രത്യേകിച്ച് ചരിത്രപരമായിട്ടുള്ള സാധനങ്ങൾ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്, നിങ്ങളെ ഒരു ബുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാണിച്ചു തരാമേ. ഈ ബുക്കിൻ്റെ പുറത്താണ് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ ടൈം സ്പെൻഡ് ചെയ്തത്. ഇതിൻ്റെ പുറംചട്ട കണ്ടോ? ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാലോ, ദർ ഈസ് സംതിങ് വെരി ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സാധനം ഇതിനകത്തുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ വായിക്കണം. ഇതുപോലത്തെ ത്രില്ലിംഗ് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി നിറയുന്ന ടോപ്പിക്സ് ഒക്കെ ഉള്ള ബുക്കുകൾ വായിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഈ ബുക്ക് വായിക്കണം. ഇത് വേണ്ടവർ ജസ്റ്റ് DM. ഇതിൻ്റെ പേര് മിഥ്യാഭൂതം. എഴുത്തുകാരൻ ജയശങ്കർ ജെ. ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധിക്കത്തില്ല, ബിക്കോസ് ഇദ്ദേഹത്തിൻ്റെ ബുക്കിൽ എവിടെയും ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, വൈ, എന്തുകൊണ്ടില്ല? നിങ്ങളെ ആൾക്കാർ അറിയണ്ടേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒറ്റൊരു കാര്യമുള്ളൂ, അദ്ദേഹത്തിൻ്റെ ഈ എഴുത്തുകളിലൂടെ മാത്രം അദ്ദേഹത്തെ ആൾക്കാർ തിരിച്ചറിഞ്ഞാൽ മതി. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, അത് ഞാനിവിടെ പറയുന്നില്ല. സോ ഗൈസ്, വേണ്ടവർ DM. നിങ്ങളുടെ ടൈം ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല. നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവത്തില്ല, എഴുത്തിനെ ഇഷ്ടപ്പെടുന്നവർ. സോ